വൈറ്റ് ടോക്കിന്റെ സമയമാണ്. നാടെങ്ങും തിരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പലതരം ചർച്ചകളാണ് എല്ലായിടത്തും. അതിൽ ശ്രദ്ധേയമാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആരാകണം ഇനി മുഖ്യമന്ത്രി എന്നത്. വി ഡി സതീശനാണോ, അതോ രമേശ് ചെന്നിത്തലയാണോ, അതോ ഇനി ശശി തരൂർ വരണോ? വൈറ്റ് ടോക്കുമായി സിയാ സൂസനും സരിക സജിയും ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട് ആളുകളോട്. കാണാം. കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ വെമ്പു. സൂപ്പർ ക്വസ്റ്റ്യൻ. നിർത്താൻ പോയില്ല, അവൻ അടിയെന്ന് വലിക്കും. അയ്യോ പേടിക്കണ്ട, ഒന്നുമില്ല. കുട്ടിക്ക് ഒന്നുമില്ല. ഓപ്ഷൻ നമ്പർ 3. പെട്ടെന്ന് ആലോചിച്ചൊരു പേര് പറഞ്ഞു. ഇതൊക്കെ ജൂൺ 1 എല്ലാം റെഡി. ഇന്ന് നമ്മൾ ജനങ്ങൾക്ക് 3 ഓപ്ഷൻസ് കൊടുക്കാൻ പോവുകയാണ്. ഓപ്ഷൻ നമ്പർ 1 ശശി തരൂർ, ഓപ്ഷൻ നമ്പർ 2 വി ഡി സതീശൻ, ഓപ്ഷൻ നമ്പർ 3 രമേശ് ചെന്നിത്തല. നമ്മൾ എന്തിനാണ് ഇത്ര ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമല്ലേ. ഓ, കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഇവരിൽ ആരാവണം മുഖ്യമന്ത്രി എന്നല്ലേ? യെസ്, ഇത് നമ്മുടെ വൈറ്റ് ടോക്കിന്റെ ചോദ്യം ഇതാണ്. കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ആരാകും മുഖ്യമന്ത്രി? വി ഡി സതീശൻ, ശശി തരൂര്, രമേശ് ചെന്നിത്തല. ഈ 3 പേര് നമുക്കൊന്നും പറയാൻ പറ്റൂലടാ. ഇല്ലേ? എനിക്കൊന്നും പറയാൻ പറ്റില്ല. അത് ജനങ്ങളെല്ലാരും കൂടി തീരുമാനിക്കുന്ന തുള്ളിവേർപ്പ്. കോൺഗ്രസിന്റെ ഉള്ളിലുള്ള പൊളിറ്റിക്സ് കാരണം അതിൽ ശശി തരൂരിനെ അവർ മാറ്റി വയ്ക്കും. ഓപ്ഷൻ മേ ബി പബ്ലിക്കിന് മുന്നിൽ ജനറൽ സതീഷിനോ രമേശ് ചെന്നിത്തല ആയിരിക്കാൻ പറ്റില്ല. ആരും വരാൻ പോകില്ല. എന്തായാലും പിണറായി തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. കോൺഗ്രസ് വരൂല, ചാൻസ് ഇല്ല, ഒട്ടൂല. കാരണം എന്താ? കാരണം നമ്മുടെ ഭരണം അതേപോലെ നല്ല ഭരണമല്ലേ. നമ്മൾ നല്ല ശരിയായ ഇതിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. തമ്മിലടിയുടെ ബഹളമല്ലേ. രമേശ് ചെന്നിത്തല. അപ്പൊ മറ്റവനാണ് കാല് വെച്ചത്. സതീശൻ. എന്താ സതീശനാണ് ഇപ്പൊ തുടങ്ങിയേക്കുന്നതാണ് പാർട്ടി. കെ മുരളീധരനാവണയാണ് കുറച്ചുകൂടി നല്ലത്. പക്വതയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് ഇപ്പൊ പുള്ളിയാണ്. അങ്ങനെയാണ് പ്രവർത്തനം. രമേശ് ചെന്നിത്തല. അതിന്റെ പുള്ളിയാണ് സീനിയർ. കുറച്ച് സീനിയർ മതി. ജൂനിയേഴ്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഗുരുവായൂരം വിളിച്ചു പറയുന്ന ആളാണ് സതീശൻ. രമേശ് ചെന്നിത്തല. ശശി തരൂര്. പേര് പറയാൻ കാരണം അയാളൊരു വിശ്വനാണ്. അത്യാവശ്യം വിദ്യാഭ്യാസം ബോധമുണ്ട്. അയാളെ കാര്യങ്ങൾ മര്യാദ ചെയ്യുന്നതാണ് വിശ്വാസം. കോൺഗ്രസിലുള്ളതിൽ ഇപ്പൊ പുള്ളിയാണ് കോൺഗ്രസിനെ നയിക്കാനായിട്ടൊരു പ്രാപ്തനായ ഒരാള്. സതീശനായിരിക്കണം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കുഴപ്പമില്ല, നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. വി ഡി സതീശനും വ്യക്തിത്വമുണ്ട്, ശശി തരൂരിനും ഉണ്ട്. ശശി തരൂരിന് വേറൊരു ഇതാണ്, വിദേശകാര്യം അങ്ങനെയുള്ള ലെവലിലുള്ള ചിന്താഗതിയാണ് കൂടുതൽ. വി ഡി സതീശന് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയുള്ള ചിന്താഗതി. രമേശ് ചെന്നിത്തലയും കുഴപ്പമില്ല, പക്ഷെ ഒരു തവണ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ഇയാൾക്ക് വി ഡി സതീശന് അവസരങ്ങൾ കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വി ഡി സതീശനാകാം. അതല്ല, ശശി തരൂരിന് എന്തായാലും കിട്ടില്ല. എന്ന് വെച്ചാൽ അയാൾ കേന്ദ്ര ലെവലിലൊക്കെ ഇരുന്ന ആളാണ്. അത് ഞാൻ പറയില്ല, ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആകണമെന്നാണ് വെറുതെ പറഞ്ഞ ആരെങ്കിലും പറയണ്ടേ? എനിക്ക് അത് തന്നെ. താല്പര്യമില്ല. കാരണം വി ഡി സതീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പോലെ നല്ലൊരു അഭിപ്രായമുള്ള ഒരാളാണ്. കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറ്റിയ ഒരാളാണ്. അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ വി ഡി സതീശൻ ആവശ്യത്തിന് മെച്ചം എന്നാണ് എൻ്റെ അഭിപ്രായം. ഓപ്ഷൻസ് നമ്മൾ കൊടുത്തെങ്കിലും അതിന് പുറത്തും ജനങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ഇലക്ഷൻ ഇപ്പൊ ഇങ്ങെത്തും, അപ്പൊ അറിയാം ആരാകുമെന്ന്. എന്നാലും ഇന്നത്തെ വൈകിട്ടൊക്കെ അവസാനിക്കുകയാണ്. ബൈ ബൈ.